Hi dears, we were discussing the chapter Integration in Vector Fields. Today we would like to discuss the topic surfaces. Surface is the locus of a point moving in the space with 2 degrees of freedom. അപ്പോൾ സർഫസ് എന്നുള്ളത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ സ്പേസിൽ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ലോക്കസ്, ആ മൂവ് ചെയ്യുന്ന പോയിന്റുകളെല്ലാം കൂടെ ഏതെല്ലാം പോയിന്റ്സിലൂടെയാണ് മൂവ് ചെയ്യുന്നത്, ആ മൂവ് ചെയ്യുന്ന പോയിന്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കളക്ഷൻ ആയിരിക്കും സർഫസ് എന്നുള്ള സർഫസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കൊരു സ്ഫിയർ വരാം, ഒരു സ്ഫിയറിൻ്റെ സർഫസ് വരാം, അല്ലെങ്കിൽ ബാക്കി പരാബോളോയിഡ് വരാം, എലിപ്സോയിഡ് വരാം. ഇതൊക്കെ സർഫസസുകൾക്ക് എക്സാമ്പിളാണ്. കോണ് എന്നുള്ളതെല്ലാം സർഫസസുകൾക്ക് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഒരു സർഫസിനെ നമുക്ക് 3 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഒന്ന് ഇംപ്ലിസിറ്റ് റെപ്രസെൻറ്റേഷൻ. ഇംപ്ലിസിറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ, എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ ഒരു സർഫസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇത് ഒരു ഇംപ്ലിസിറ്റ് റെപ്രസെൻറ്റേഷൻ. നമ്മൾ സാധാരണ ഒരു സ്ഫിയറിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയുന്നതാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളത് ഒരു സ്ഫിയറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇംപ്ലിസിറ്റ് റെപ്രസെൻറ്റേഷൻ, ഒന്നാമത്തേത്. ഇനി നമുക്ക് ഇതിനെ വേറെ രീതി എക്സ്പ്ലിസിറ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എക്സ്പ്ലിസിറ്റ് റെപ്രസെൻറ്റേഷനിൽ വരുന്നത് നമ്മൾ നമുക്കിതിനെ z ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള ഫോമിൽ നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫോമിൽ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ z ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എക്സ്പ്ലിസിറ്റ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് അടുത്തൊരു റെപ്രസെൻറ്റേഷൻ, ഇത് നമ്മൾ സർഫസുകൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മൂന്നാമത്തെ റെപ്രസെൻറ്റേഷൻ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ or vector representation. Parametric or vector representation. അപ്പോൾ ഇവിടെ സാധാരണ രീതിയിൽ നമ്മൾ എക്സിനെ ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു എ ഫങ്ഷൻ ഓഫ് യു ആൻഡ് വി, വൈ ഇസ് എ ഫങ്ഷൻ ഓഫ് യു വൈ ഓഫ് യു വി, ആൻഡ് again z is a function of z of u v. There may be a restriction for u and v എന്നുള്ള ഫോമിലാണ് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഇതിനെ നമുക്ക് വെക്റ്റർ ഇക്വേഷൻ, ഇപ്പോൾ ഈ ഒരു ഫോമിൽ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ വരുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇതിൻ്റെ വെക്റ്റർ ഇക്വേഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആർ യു വി ഈക്വൽ ടു എക്സ് ഓഫ് യു വി ഐ പ്ലസ് വൈ ഓഫ് യു വി ജെ പ്ലസ് z ഓഫ് യു വി എന്നുള്ള ഫോമിലാണ് നമ്മൾ ഇതിൻ്റെ വെക്റ്റർ ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കർവിനെ തന്നെ നമുക്ക് 3 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പാരാമെട്രിക് റെപ്രസെൻറ്റേഷന്, ഇംപ്ലിസിറ്റ് റെപ്രസെൻറ്റേഷൻ, എക്സ്പ്ലിസിറ്റ് റെപ്രസെൻറ്റേഷൻ, പാരാമെട്രിക് ഓർ വെക്റ്റർ റെപ്രസെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ 3 രീതിയിൽ നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ പറഞ്ഞ സമയത്ത്, വെക്റ്റർ റെപ്രസെൻറ്റേഷൻ പറയുന്ന സമയത്ത് യുക്കും വിക്കും റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഇവിടെ യു വി ബിലോങ്സ് ടു ആർ എന്നുള്ള ഫോമിൽ, ആർ എന്നുള്ള ഒരു ഡൊമൈനിലുള്ള പോയിന്റ്സ് ആയിട്ട് നമുക്ക് യുവിനെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡൊമൈനിലായിരിക്കും ഇവിടെ യുവും വിയും വേരി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചില എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ സിലിണ്ടർ. ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇപ്പോൾ ഈ ഒരു സിലിണ്ടർ വരുന്നത് നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും എടുക്കുന്ന സമയത്ത് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇത് എക്സ് വൈ പ്ലെയിനിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സർക്കിളിനായിരിക്കും. ആ സർക്കിളിൻ്റെ സെൻറ്റർ ഒറിജിനും റേഡിയസ് 1 വരുന്ന സർക്കിളിനെയാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ z എന്ന് പറയുന്നത് -1 to 1 വേരി ചെയ്യുന്നതുകൊണ്ട് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സിലിണ്ടറിനെയാണ്.
സിലിണ്ടർ. ഇവിടെ എനിക്കിത് വരക്കുന്നതിൽ ചെറിയൊരു ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് സിലിണ്ടർ വരുന്നത്. അപ്പോൾ Z വേരി ചെയ്യുന്നത് ഇവിടെ നമ്മൾ കോർഡിനേറ്റ് ആക്സിസ് വരക്കുകയാണ് എങ്കിൽ ഇങ്ങനെയാണ്. വെർട്ടിക്കൽ ലൈൻ വരക്കുന്നതിൽ ചെറിയ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ ലൈൻ ഇങ്ങനെയാണ് Z ആക്സിസും വരുന്നത്. ഈ രീതിയിലാണ് സിലിണ്ടർ വരുന്നത്. അപ്പോൾ ഇവിടെ x² + y² = a² എന്നുള്ളതിൽ എക്സും വൈയും വേരി ചെയ്യുന്നത് x² + y² = a² എന്നുള്ള ഫോമിലാണ്. Z -1 to 1 വരെയാണ് വേരി ചെയ്യുന്നത്. നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് x² + y² = a² എന്ന് പറയുന്ന ഈ ഒരു സർക്കിളിനെ നമ്മൾ പാരാമെട്രിക് റെപ്രസെന്റേഷൻ എടുക്കുമ്പോൾ x a cos θ അല്ലെങ്കിൽ a cos θ എന്നുള്ള a cos u, y a sin u എന്നുള്ള ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ u വേരി ചെയ്യുന്നത് 0 ≤ u ≤ 2π എന്നുള്ള ഫോമിലാണ് u വേരി ചെയ്യുന്നത്. അതേപോലെ z -1 to 1 വേരി ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അതിനെ we can take z = v -1 ≤ v ≤ 1 എന്നുള്ള എന്നുള്ള ഫോമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സിലിണ്ടറിനെ പാരാമീറ്ററൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ വെക്റ്റർ ഇക്വേഷൻ വരുന്നത് r of uv = a cos u I plus a sin u j plus vk എന്നുള്ള ഫോമിൽ 0 ≤ u ≤ 2π -1 ≤ v ≤ 1 എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇത് മുകളിൽ പറഞ്ഞത് പാരാമീറ്റർ ഇക്വേഷൻ, താഴെ പറഞ്ഞത് വെക്റ്റർ ഇക്വേഷൻ എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഒരു ഇതിന്റെ ടെക്സ്റ്റിൽ ഇതിന്റെ ഫിഗർ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഭംഗിയിലുള്ള ഒരു ഫിഗർ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടെക്സ്റ്റിലുള്ള ഫിഗർ, ഇതാണ് വരുന്നത്. ഇനി പാരാമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് എ സ്ഫിയറിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ. ഒരു സ്ഫിയറിന്റെ ഇക്വേഷൻ നമുക്കറിയാം, x² + y² = a² has center 0 0 and radius a. സെന്റർ 0 0 യും റേഡിയസ് a യും വരുന്ന ഒരു സ്ഫിയറിന്റെ ഇക്വേഷൻ x² + y² = a² എന്നുള്ള ഫോമിലാണ് വരുന്നത്. നമുക്ക് ഇതിന്റെ ഒരു പാരാമെട്രിക് റെപ്രസെന്റേഷൻ വെക്റ്റർ ഇക്വേഷനെ ruv = a cos u I plus a cos v sin u j plus a sin v k എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റും. Where the parameters u and v vary in the rectangle R in the uv plane given by 0 ≤ u ≤ 2π -π/2 ≤ v ≤ π/2 എന്നുള്ള രീതിയിലാണ് uവും vയും വേരി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് കമ്പോണൻസ് ഓഫ് R. അപ്പോൾ നമുക്ക് ഇതിനെ x = a cos u v ഇതിന്റെ പാരാമീറ്റർ റെപ്രസെന്റേഷൻ എടുക്കുമ്പോൾ മേലെ എടുത്തത് വെക്റ്റർ ഇക്വേഷൻ, താഴെ പാരാമീറ്റർ റെപ്രസെന്റേഷൻ എടുക്കുമ്പോൾ x = a cos v cos u, y = a cos v sin u, z = a sin v എന്നുള്ള ഫോമിൽ എടുക്കാൻ പറ്റും. uവും vയും വേരി ചെയ്യുന്നത് സെയിം ഇന്റർവെല്ലിൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പാരാമീറ്റർ റെപ്രസെന്റേഷൻ തന്നിട്ടുള്ള സ്ഫിയറിനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് x² + y² + z² എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് a² എന്നുള്ള വാല്യൂ തന്നെയായിരിക്കും കിട്ടുക. അത് ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ u ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, യുവിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് u constant and v constant are the meridians and parallels. u constant എന്നുള്ള ഫോമിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എക്സിലും നമുക്ക് ഈ ഒരു രീതിയിൽ z വേരി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കേവിന്റെ ഡയറക്ഷനിലും, ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു കേവിന്റെ ഡയറക്ഷനിലായിരിക്കും u കോൺസ്റ്റന്റ് ആണ് എങ്കിൽ വരുന്നത്. v കോൺസ്റ്റന്റ് ആണ് എങ്കിൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു രീതിയിലുള്ള, ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു കേവിന്റെ ഡയറക്ഷനിലുള്ള പാരലൽസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഒരു സ്ഫിയറിനെ പാരലൽ ആയിട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ഒരു പാരാമീറ്റർ റെപ്രസെന്റേഷൻ, ഒരു സ്ഫിയറിന്റെ പാരാമീറ്റർ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് യുണീക്ക് ആവണമെന്നില്ല. നമുക്ക് ഇതിനെ x = a sin phi cos theta, y = a sin phi sin theta, z = a cos phi എന്നുള്ള ഫോമിലും നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും.
ഇവിടെ 5 വേരി ചെയ്യുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ഈ ഒരു പാരാമീറ്റർ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ നേരത്തെ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് പഠിച്ച സമയത്ത് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ u ഈക്വൽ ടു r എന്നുള്ളതും v ഈക്വൽ ടു തീറ്റ എന്നുള്ള ഫോമിലുമാണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പാരാമീറ്റർ റെപ്രസെന്റേഷൻ ഓഫ് എ കോൺ. കോൺ എന്ന് പറയുന്നത് ഇവിടെ കോണിന്റെ ഇക്വേഷൻ z ഈക്വൽ ടു x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 അല്ലെങ്കിൽ റൂട്ട് ഓഫ് z ഈക്വൽ ടു റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്നുള്ള ഫോമിൽ വരുന്ന ഇക്വേഷൻ വരുന്നത്. ഇതാണ് ഒരു കോണിന്റെ ഇക്വേഷൻ z ഈക്വൽ ടു എന്നുള്ളത്. ഓക്കെ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള ഒരു കോണിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ പാരാമീറ്ററൈസേഷൻ നമുക്ക് x ഈക്വൽ ടു r cos θ, y ഈക്വൽ ടു r sin θ എന്നുള്ള ഫോമിൽ എടുക്കാം. x ഈക്വൽ ടു r cos θ, y ഈക്വൽ ടു r sin θ എന്നുള്ള ഫോമിൽ നമ്മൾ ഇവിടെ x നും y ക്കും വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് z ഈക്വൽ ടു r എന്നുള്ള വാല്യൂ തന്നെ നമുക്ക് ഇവിടെ കിട്ടും. x ഈക്വൽ ടു റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഹോൾ റൈസ് ടു 1/2 അല്ലെങ്കിൽ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് r എന്നുള്ളത് തന്നെ കിട്ടും. പിന്നെ ഇവിടെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് r എന്നുള്ളത് 0-ന്റെയും 1-ന്റെയും ഇടയിലാണ് വേയുന്നത്. x ഈക്വൽ ടു r cos θ, y ഈക്വൽ ടു r sin θ എന്നുള്ള എടുക്കുന്നതുകൊണ്ട് കംപ്ലീറ്റ് സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു θ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π ആണ്. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്റ്റർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. x ഈക്വൽ ടു r cos θ i പ്ലസ് r sin θ j പ്ലസ് rk എന്നുള്ള ഫോമിലാണ്. ഓക്കെ, ഇനി കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. പാരാമീറ്ററൈസേഷൻ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആണ്. ഫൈൻഡ് ദി പാരാമീറ്ററൈസേഷൻ ഓഫ് ദി സിലിണ്ടർ x സ്ക്വയർ പ്ലസ് y മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു z ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഈ ഒരു സിലിണ്ടറിന്റെ പാരാമീറ്ററൈസേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്നത് z 0 മുതൽ 5 വരെയാണ് വേരി ചെയ്യുന്നത്. അപ്പോൾ xy പ്ലെയിനിൽ വരുമ്പോൾ നമുക്ക് ഇത് വരുന്ന x സ്ക്വയർ പ്ലസ് y മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 9 എന്നുള്ള ഒരു സർക്കിൾ ആണ് കിട്ടുന്നത്. അപ്പോൾ സർക്കിളിന്റെ പാരാമീറ്ററൈസേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റും? x ഈക്വൽ ടു r cos θ എന്ന് എടുക്കാൻ പറ്റും. പിന്നെ y മൈനസ് 3 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ y മൈനസ് 3 ഈക്വൽ ടു r sin θ എന്നുള്ള ഫോമിൽ എടുക്കാം. സാധാരണ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ r എന്നുള്ളത് നമുക്ക് വരുന്നത് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 9 ആണ് കിട്ടുന്നത്. അപ്പോൾ r എന്നുള്ളതിന് നമുക്ക് ഫിക്സ് ചെയ്തിട്ട് എന്തായിട്ട് എടുക്കാം? 3 എന്നുള്ള വാല്യൂ കൊടുക്കാം. അപ്പം x ഈക്വൽ ടു 3 cos θ, y മൈനസ് 3 ഈക്വൽ ടു 3 sin θ, y മൈനസ് 3 ഈക്വൽ ടു 3 sin θ എന്നുള്ളതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? y ഈക്വൽ ടു 3 പ്ലസ് 3 sin θ എന്നുള്ള ഫോമിൽ എഴുതി. പിന്നെ z 0 തൊട്ട് 5 വരെ വേരി ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ തീറ്റക്ക് വരെ നമ്മൾ u എന്നുള്ള പാരാമീറ്ററൈസേഷൻ കൊടുക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ആവും. അപ്പോൾ x ഈക്വൽ ടു 3 cos u, y ഈക്വൽ ടു 3 പ്ലസ് 3 sin u, z ഈക്വൽ ടു v എന്നുള്ളത് കൊടുക്കുക. z എന്ന് പറയുന്നത് എക്സിന്റെയും വൈന്റെയും വാല്യൂ ആയിട്ട് ഡിപ്പെൻഡ് ആയിരുന്നതല്ല z-ന്റെ വാല്യൂ. അപ്പോൾ z ഈക്വൽ ടു v എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഇവിടെ v വേരി ചെയ്യുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു v ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വരെയാണ്. z വേരി ചെയ്യുന്നത് 0 to 5 ആണ്. അപ്പോൾ v വേരി ചെയ്യുന്നത് 0 to 5 വരെ v വേരി ചെയ്യും. എക്സും u വേരി ചെയ്യുന്നത് x ഈക്വൽ ടു r cos θ, y ഈക്വൽ ടു r sin θ എന്നുള്ള ഫോമിൽ എടുക്കുമ്പോൾ u വേരി ചെയ്യുന്നത് 0 to 2π വരെ. സർക്കിൾ ആയതുകൊണ്ട് 0 to 2π വരെ u വേരി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിന്റെ പാരാമീറ്റർ റിപ്രസെന്റേഷൻ വരുന്നത്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്റ്റർ ഇക്വേഷൻ 3 cos u i പ്ലസ് 3 പ്ലസ് 3 sin u j പ്ലസ് vk എന്നുള്ള ഫോമിൽ നമുക്കിതിനെ വെക്റ്റർ ഇക്വേഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഇതിൽ x ഈക്വൽ ടു r cos θ, y ഈക്വൽ ടു r sin θ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ r സ്ക്വയർ മൈനസ് 6r sin θ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ വരും. അല്ലെങ്കിൽ r ഈക്വൽ ടു 6 sin θ എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ തീറ്റ വേരി ചെയ്യുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു θ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നുള്ള ഫോമിലാണ് തീറ്റ വേരി ചെയ്യുന്നത്. Parameterization of the cylinder x equal to r cos θ equal to r cos θ sin r sin θ cos θ, or x equal to 3 sin 2 θ, y equal to r sin θ or r sin θ എന്നുള്ളതിനെ r എന്നുള്ളതിനെ 3 sin θ എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ r 6 sin square θ z equal to z 0 less than or equal to θ less than or equal to pi എന്നുള്ള ഫോമിലും നമുക്ക് ഇതിനെ വേറൊരു രീതിയിൽ പാരാമെട്രിക് ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് സർഫസ് ഏരിയയാണ്. ഓക്കെ, സർഫസ് ഏരിയ കാണുന്നതിന് വേണ്ടിയിട്ട് കൺസിഡർ എ സർഫസ് S defined by the equation f of x y z is equal to c.
എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇംപ്ലിസിറ്റ് ഫോമിൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് is equal to c എന്നുള്ള ഫോമിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഈ ഒരു സർഫസിന്റെ എക്സ് വൈ പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ, ആ പ്രൊജക്ഷനെ നമ്മൾ ആർ എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യാം. ലെറ്റ് ആർ ബി ദി ഷാഡോ ഇൻ ദി പ്ലെയിൻ beneath it. അപ്പോൾ എക്സ് വൈ പ്ലെയിനിലുള്ള ഷാഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് വൈ പ്ലെയിൻ അല്ല, നമുക്ക് വൈ സെഡ് പ്ലെയിൻ ആണെങ്കിൽ വൈ സെഡ് പ്ലെയിനിലേക്ക് എടുക്കാം, അല്ലെങ്കിൽ എക്സ് സെഡ് പ്ലെയിൻ ആണെങ്കിൽ എക്സ് സെഡ് പ്ലെയിനിലേക്ക് എടുക്കാം. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏത് പ്ലെയിൻ ആണോ ആ പ്ലെയിനിലേക്കുള്ള കോർഡിനേറ്റ് പ്ലെയിനിലേക്കുള്ള അതിൻ്റെ ഷാഡോ എടുക്കുക. ആ ഷാഡോനെ നമ്മൾ ആർ എന്നുള്ള ഫോമിൽ അതിൻ്റെ പ്രൊജക്ഷൻ നമ്മൾ ആർ എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ വരുന്ന ഈ പ്രൊജക്ഷൻ നമ്മൾ ആർ എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഈ ഒരു സർഫസിനെ നമ്മൾ സർഫസ് എസ് ആയിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, we assume that the projection of the surface S into its shadow R is 1 to 1. അതായത് നമ്മൾ ഈ സർഫസിൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആറിലുള്ള ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരു ആ ലൈന് കടന്നു പോകും. അപ്പോൾ ആ രീതിയിലാണ് 1 to 1 ആണ് ഈ ഒരു കറസ്പോണ്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യാം. അങ്ങനെ പിന്നെ if the surface is smooth, that is the LF is continuous and never vanishes on S, we can define and calculate the area as double integral over R as given below. So surface area കാണാനുള്ള formula, the area of the surface f of xyz is equal to c over a closed bounded region R is given by the formula surface area is equal to double integral over R modulus of del f by modulus of del f dot p dA. ഇവിടെ p എന്നുള്ളത് del f എന്താണ് എന്നുള്ളത് നമുക്കറിയാം. p എന്നുള്ളത് p is the unit vector normal to R. അപ്പോൾ r എന്ന് പറയുന്നത് നമ്മൾ എക്സ് വൈ പ്ലെയിൻ ആണ് എടുത്തത് എങ്കിൽ p എന്നുള്ളത് എന്തായിരിക്കും? k എന്ന് പറയുന്ന വെക്ടർ ആയിരിക്കും. z ആക്സിസിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ, അതായത് k എന്നുള്ള വെക്ടർ ആയിരിക്കും. അപ്പോൾ എക്സ് വൈ പ്ലെയിന് നമ്മൾ ഏത് പ്ലെയിനിലേക്കാണോ പ്രൊജക്ഷൻ എടുത്തത് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ആണ് p എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്രോബ്ലംസിലേക്ക് പോവാം. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സർഫസ് കട്ട് ഫ്രം ദി ബോട്ടം ഓഫ് ദി പാരാബോളോയിഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ് ഈക്വൽ ടു 0 ബൈ ദി പ്ലെയിൻ സെഡ് ഈക്വൽ ടു 4. അപ്പോൾ ഇവിടെ വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ് ഈക്വൽ ടു 0 എന്നുള്ള ഒരു പാരാബോളോയിഡ്, ആ പാരാബോളോയിഡിന് സെഡ് ഈക്വൽ ടു 4 എന്നുള്ള പ്ലെയിന് കട്ട് ചെയ്യുന്ന ഒരു പോർഷൻ. അപ്പോൾ ആ ഒരു നമ്മൾ സാധാരണ ഐസ്ക്രീം കോണിൻ്റെ ഒക്കെ പോലെയുള്ള ഒരു പോർഷൻ, ആ പോർഷൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ് നമുക്കിവിടെ സർഫസ് ഏരിയ കാണാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സർഫസിനെ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇവിടെ സെഡ് ഈക്വൽ ടു 4 എന്നുള്ള ലൈനുമായിട്ട് കട്ട് ചെയ്യുമ്പോൾ സെഡ് ഈക്വൽ ടു 4 എന്നുള്ള പ്ലെയിന് കട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ ഒരു കോണിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ കോണിലുള്ള ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ് ഈക്വൽ ടു മൈനസ് സെഡ് ഈക്വൽ ടു 0 എന്നുള്ളത്, അല്ലെങ്കിൽ ഇവിടെ മൈനസ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നുള്ള ഫോമിലാണ് വരിക. മൈനസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഈ ഒരു കോണ് നമ്മൾ കോൺ എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കോൺ എടുക്കുമ്പോൾ ഇതിന്റെ മുകളിൽ പോകുന്നില്ല, ഈ ഒരു പോർഷന്റെ മുകളിലേക്ക് ഒരിക്കലും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് സെഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ് വരാൻ പറ്റുള്ളൂ. താഴേക്ക് വരുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ് വരുന്നത്. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, സെഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം 4 വരാൻ പറ്റുള്ളൂ. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നുള്ള ഫോമിലാണ് ഈ ഒരു കോണിന്റെ ഇക്വേഷൻ വരിക. കോണിൽ വരുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ് വരിക. ഇനി നമ്മൾ ഇതിന്റെ പ്രൊജക്ഷൻ, അപ്പോൾ ഈ എസ് എന്ന് പറയുന്ന സർഫസ് എടുത്തു, ഇതിന്റെ എക്സ് വൈ പ്ലെയിനിലേക്കുള്ള ഇത് പറയുന്നത് എക്സ് വൈ സെഡ് പ്ലെയിൻ ആണ്. അപ്പോൾ ഇതിന്റെ പ്രൊജക്ഷൻ വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ ഈ ഒരു രീതിയിലുള്ള ഒരു സർക്കുലാർ റീജിയൻ ആണ് കിട്ടുന്നത്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ ഇതിനെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് എന്നുള്ള ഫോമിൽ എടുത്തു. ഇനി അതിന്റെ എക്സ് ആക്സിസ് നമ്മൾ നേരത്തെ നമ്മളൊക്കെ ചെയ്തിരുന്ന പോലെ മാറ്റി വരച്ചു കഴിഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ ഇതിനെ നമ്മൾ ആർ എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇതിന്റെ ഇക്വേഷൻ വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നുള്ളതാണ് ഈ ആർ എന്നുള്ള റീജിയൻ. ഇവിടെ നമുക്ക് ഈ ഒരു ആർ എന്നുള്ള റീജിയൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം? എഫ് എന്ന് പറയുന്നത് നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ് എന്നുള്ളതിനെ നമ്മൾ എഫ് ആയിട്ട് എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡെൽ എഫ് ഈക്വൽ ടു നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട് 2x പ്ലസ്
2xi plus 2yj minus k എന്നുള്ള ഫോർമുല എടുത്തു. നമ്മൾ xy പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ ആണ് എടുത്തത്, അതുകൊണ്ട് p equal to k ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. Since r is in the xy plane, we can take the unit normal vector r as k. നമ്മൾ xy പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ ആയതുകൊണ്ട് xy പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് നോർമൽ വെക്ടർ ആണ് നമ്മൾ എടുക്കേണ്ടത്. xy പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ അതെന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, z ആക്സിസിന് പാരലൽ ആയിട്ടുള്ള വെക്ടർ, അതായത് k എന്നുള്ള യൂണിറ്റ് വെക്ടർ ആയിട്ട് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി del f കിട്ടി, del f ഡോട്ട് k എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പം del f ന്റെ വാല്യൂ കിട്ടി, മോഡ് del f കാണണം. നമുക്ക് മോഡ് del f എടുക്കുന്ന സമയത്ത് റൂട്ട് ഓഫ് 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ പ്ലസ് 1 എന്നുള്ളതാണ് മോഡ് del f വരിക. ഇനി അടുത്ത ക്വാണ്ടിറ്റി വരേണ്ടത് del f ഡോട്ട് p യുടെ മോഡുലസ് ആണ്. del f ഡോട്ട് p എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഇത് ഡോട്ട് k ആയിട്ട് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് -1 ആണ്. അപ്പോൾ ഇതിന്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മോഡുലസ് ഓഫ് -1 ഈക്വൽ ടു 1 എന്നുള്ള. അപ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് കിട്ടുന്നത് 1 തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല ഡബിൾ ഇന്റഗ്രൽ ഓവർ r മോഡ് del f ബൈ മോഡുലസ് ഓഫ് del f ഡോട്ട് p dA എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഈ ഒരു r എന്നുള്ള റീജിയൻ വരുന്നത് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നുള്ള ഈ ഒരു സർക്കുലർ ഡിസ്ക് ആണ്. റൂട്ട് ഓഫ് 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ 1 dx dy എന്നുള്ള ഫോമിലാണ് നമുക്ക് ഇവിടെ ഇന്റഗ്രേഷൻ വരുന്നത്. ഇനി ഇതിനെ ഈ ഒരു ഡബിൾ ഇന്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു റീജിയനിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് x = r cos θ, y = r sin θ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ എന്നുള്ളത് എന്തായിട്ട് വരും, 4r സ്ക്വയർ പ്ലസ് 1 എന്നുള്ള ഫോമിൽ വരും. 4r സ്ക്വയർ cos സ്ക്വയർ θ പ്ലസ് 4r സ്ക്വയർ sin സ്ക്വയർ θ പ്ലസ് 1 എന്നുള്ളത് ഈക്വൽ ടു 4r സ്ക്വയർ പ്ലസ് 1 എന്നുള്ള ഫോമിൽ വരും. dx dy എന്നുള്ളതിനെ r dr dθ എന്നുള്ള ഫോമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഈ ഒരു ഇക്വേഷൻ എഴുതിയിരുന്നു. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുമ്പോൾ ഇനി ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ r എന്നുള്ള റീജിയൻ നമ്മളിവിടെ സ്കെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് റീജിയൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലൈൻ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്നുള്ളതാണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 എന്നുള്ളതാണ് ഈ ഒരു സർക്കിളിന്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ലൈന് കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ലൈന് റീജിയനിൽ എൻ്റർ ചെയ്യുന്നത് 0-ലും ലീവ് ചെയ്യുന്നത് 4-ലുമാണ്. അപ്പോൾ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. തീറ്റ എടുക്കുന്ന സമയത്ത് തീറ്റ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് റൊട്ടേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് റൊട്ടേഷൻ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ തീറ്റ 0 to 2π വരെ വേരി ചെയ്യും. അപ്പം r സ്ക്വയർ ആണ് 4 വരെ വരുന്നത്, r വരുമ്പോൾ 0 to 4 ആണ്. r സ്ക്വയർ ആണ് 4 വരെ വരുന്നത്, r വരുന്നത് 0 to 2 ആണ് വേരി ചെയ്യുക. റേഡിയസ് 2 വരുന്ന സർക്കിൾ ആണ് വരുന്നത്, റേഡിയസ് 4 അല്ല, റേഡിയസ് 2 വരുന്ന സർക്കിൾ ആണ് വരിക. അപ്പോൾ ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ 0 to 2 റൂട്ട് ഓഫ് 4r സ്ക്വയർ പ്ലസ് 1 r dr dθ. ഇന്റഗ്രൽ 0 to 2π ഇന്റഗ്രൽ 1 to നമ്മളിവിടെ വാല്യൂസ് r സ്ക്വയർ പ്ലസ് 1 എന്നുള്ളതിന് 4r സ്ക്വയർ പ്ലസ് 1 എന്നുള്ളതിന് u എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ du ഈക്വൽ ടു നമുക്ക് കിട്ടുക du ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 8r dr എന്നുള്ള ഫോമിൽ കിട്ടും. u ഈക്വൽ ടു 1 പ്ലസ് 4r സ്ക്വയർ പ്ലസ് 1 എന്നുള്ളതിന് u കൊടുത്തു കഴിഞ്ഞാൽ du ഈക്വൽ ടു 8 into r dr എന്നുള്ള ഫോമിൽ കിട്ടും. അപ്പോൾ r dr നെ du by 8 എന്നുള്ള ഫോമിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുമ്പോൾ റൂട്ട് u ഇൻറ്റു du by 8 ഇൻറ്റു dθ എന്നുള്ള ഫോമിൽ വന്നു. ഇനി ഈ 1/8 നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. റൂട്ട് u എന്നുള്ളതിനെ വിത്ത് റെസ്പെക്ട് ടു u ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ u റൈസ് ടു 3/2 ഡിവൈഡ് ബൈ 3/2. ഇറ്റ്സ് ലിമിറ്റ് വരുന്നത് ലിമിറ്റ് നമ്മൾ കൊടുക്കുക r ഈക്വൽ ടു 0 വരുമ്പോൾ u ഈക്വൽ ടു 1 ആയിട്ട് വരും. r ഈക്വൽ ടു 2 വരുമ്പോൾ 4 ഇൻറ്റു r സ്ക്വയർ 4 ഇൻറ്റു 4 പ്ലസ് 1 എന്നുള്ളത് ഈക്വൽ ടു 17 ആണ് വരുന്നത്. അപ്പോൾ r 0 to 2 വരെ വേരി ചെയ്യുന്ന സമയത്ത് u എന്നുള്ളത് 1 to 17 ആണ് വേരി ചെയ്യുന്നത്. അപ്പോൾ ആ ലിമിറ്റ് നമ്മൾ മാറ്റി കൊടുത്തു.
എന്നിട്ട് ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 17 മൈനസ് 1 എന്നുള്ള ഫോമിൽ വന്നു. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത് 5/6 ഇൻറ്റു 17 മൈനസ് 1 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ഇതാണ് സർഫസ് ഏരിയ. ദിസ് ഈസ് ദി സർഫസ് ഏരിയ ഓഫ് ദി കോൺ. തന്നിട്ടുള്ള കോണിൻ്റെ സർഫസ് ഏരിയ. ഇനി സർഫസ് ഏരിയ കാണാനുള്ള 2 പ്രോബ്ലംസ് ഇവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മസ്റ്റായിട്ടും ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ ഇനി ഈ പാരാമെട്രിക് ഫോമിലുള്ള കാര്യങ്ങളാണ്. ഈ പ്രോബ്ലം 3 and 4 ഇവിടെ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾസ് ആണ്. സർഫസ് ഏരിയ കാണാനുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഇതേപോലെയുള്ള പ്രോബ്ലംസ് ആണ്. ഇത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പാരാമീറ്ററൈസ്ഡ് സർഫസിൻ്റെ ഏരിയാസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.